വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ വരുന്ന ഒരു വലിയ മാറ്റമാണ് SIR, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് പറയുന്ന ഈ സാധനം. അപ്പോൾ അത് ഇപ്പോൾ 7 സംസ്ഥാനങ്ങളിൽ കൂടെ നടപ്പിലാക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. SIR പിന്നെ നമ്മുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ അത് നടപ്പിലാക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. കേരളത്തിൽ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായി. ബംഗാളിൽ വലിയ പ്രതിഷേധം ഉണ്ടായെങ്കിലും അപകടം മണത്ത് മമതാ ബാനർജി പറഞ്ഞു, ഇത് ആക്ച്വലി ഏതെങ്കിലും ഒരു വോട്ടറുടെ അർഹരായ വോട്ടറുടെ പേര് ഇതിനകത്ത് നിന്ന് മാറുമെങ്കിൽ എന്റെ സ്വഭാവം മാറും എന്നാണ് മമതാ ബാനർജി പറഞ്ഞത്. ഇതുവരെ എന്താണ് അവിടെ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു. അവിടെ വന്നപ്പോ അർഹരല്ലാത്ത ആരെങ്കിലും ഇതിനകത്ത് അർഹരായ ആരെങ്കിലും ഇതിനകത്ത് നിന്ന് പുറത്താക്കപ്പെട്ടാൽ ഇതിന്റെ സ്വഭാവം മാറും എന്നുള്ള രീതിയിലേക്ക് മമതാ ബാനർജി മാറി. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ പിടിച്ച് പരട്ടി സംഭവം നമ്മുടെ പിണറായി വിജയനെ പരട്ടിയിട്ടുണ്ട്. അതായത് ഈ SIR കൊണ്ടുവരുമ്പോൾ ഈ ഉദ്യോഗസ്ഥരെ വിട്ടുകൊടുക്കണമല്ലോ, വീടുകൾ ഭവന സന്ദർശനത്തിനായിട്ട് ഉദ്യോഗസ്ഥരെ വിട്ടുകൊടുക്കണം. അപ്പൊ ഇവർ ഈ ഉദ്യോഗസ്ഥരെ വിട്ട് കൊടുക്കില്ല എന്നുള്ള നിലപാടിലോട്ട് എത്തി. അപ്പൊ പറയുകയാണ്, അങ്ങനെ വിട്ട് തന്നില്ലെങ്കിൽ അത് ഭരണഘടനയുടെ ലംഘനമാണ്. അങ്ങനെയാണെങ്കിൽ രാഷ്ട്രപതി ഭരണം നമുക്ക് ഏർപ്പെടുത്താനുള്ള എല്ലാവിധ ടേക്കും ഉണ്ട് ഈ കാര്യത്തിൽ. അപ്പോൾ ഇത് കേട്ടപ്പോൾ മമതാ ബാനർജിയും പിണറായി വിജയനും അടക്കമുള്ളവർ ഉദ്യോഗസ്ഥരെ വിട്ടുതരാം എന്നുള്ള രീതിയിലെത്തി. അപ്പോൾ SIR ഇപ്പൊ നടപ്പിലാക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യ വലിയൊരു ഷിഫ്റ്റിലോട്ടാണ് പോകുന്നത്. പല കാര്യങ്ങളും ഇതുപോലെ ഇന്ത്യയിൽ നിന്ന് നമ്മൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം ഒരുപാട് കൊളോണിയലൈസേഷൻ ആയിരുന്നാലും അതിനുശേഷമുള്ള പല നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അട്രോസിറ്റീസ് ആയിരുന്നാലും ഡ്രാക്കോണിയൻ നിയമങ്ങളായിരുന്നാലും നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്തിനു പറഞ്ഞാൽ നമ്മുടെ പാർലമെന്റ് വരെ നമ്മളെടുത്ത് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ സെൻട്രൽ വിസ്റ്റയാണ്. പഴയ ദർബാർ ഹാളായിരുന്നു, ബ്രിട്ടീഷുകാരുടെ ദർബാർ ഹാളിലാണ് നമ്മൾ ഇത്രയും നാളിൽ നിന്ന് ഭരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അത് മാറ്റി നമ്മുടെ സ്വന്തം സെൻട്രൽ വിസ്റ്റ, അതിനെപ്പോലും എതിർത്ത ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി വരാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഒരുപാട് കാര്യങ്ങളിൽ ജനസംഖ്യാ നിയന്ത്രണം വരുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഏകീകൃത സിവിൽ കോഡ് അടക്കമുള്ള കാര്യങ്ങൾ വരാനിരിക്കുന്നു. നമ്മുടെ രാജ്യത്തെ സമ്പൂർണമായി ഹിന്ദുത്വവൽക്കരിക്കുന്നു എന്നാണ് പല ആൾക്കാരും ഇതിനെക്കുറിച്ച് പറയുന്നത്. അതായത് ഹിന്ദു രാഷ്ട്രം എന്നുള്ള ഒരു വാദം നരേന്ദ്രമോദി വന്നപ്പോൾ ഇവർ മുന്നിലേക്ക് വെച്ചിരുന്നു. പക്ഷേ ഇവരിപ്പൊ പറയുന്നത്, ഇവർക്കിപ്പോ കാര്യം മനസ്സിലായി, ഹിന്ദു രാഷ്ട്രമാക്കണ്ട, ഇന്ത്യ ഹിന്ദു ആണ്. അതായത് ഇന്ത്യ യഥാർത്ഥത്തിൽ ഒരു ഹിന്ദു ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ. ഈ നിയമങ്ങളും കാര്യം ഈ ഗസറ്റിൽ പേരടിച്ചും മാറ്റി ഇത് ഹിന്ദു രാഷ്ട്രമാണ് എന്നുള്ള സെറ്റപ്പ് കൊണ്ടുവന്നാലല്ലേ ഈ പ്രശ്നമുള്ളൂ. അത് വേണ്ട. നമ്മളിതായത് നിയമങ്ങളൊക്കെ നടപ്പാക്കാൻ പോവുകയാണ്. ഇപ്പത്തെ SIR വന്നു, ഈ ഇവിടെയുള്ള ബംഗ്ലാദേശികളെ റോഹിംഗ്യകളെയൊക്കെ പിടിച്ച് പുറത്താക്കാൻ പോവുകയാണ്. അടുത്ത യൂണിഫോം സിവിൽ കോഡ് വരും. പൗരത്വ ഭേദഗതി നിയമവും ഇതേ ടെക്നിക്ക് തന്നെയാണ്. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ പറ്റില്ല എന്നവർ പറഞ്ഞു, ശരി നടപ്പിലാക്കണ്ട, കോവിഡ് വന്നു, അതൊക്കെ പോയി. ഇപ്പൊ SIR കൊണ്ടുവന്നപ്പോൾ പറയുകയാണ് SIR-ലൂടെ അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണെന്നല്ല. എന്നും നരേന്ദ്രമോദി സർക്കാർ ഒന്നും ഒളിച്ചല്ല കടത്തുന്നത്, എല്ലാം പബ്ലിക്കായിട്ട് തന്നെയാണ് കടത്തുന്നത്. ഇപ്പൊ രാമക്ഷേത്രം പോലും പ്രകടന പത്രികയിൽ അത് നമ്മൾ അവിടെ നിന്ന് പൊളിച്ചു മാറ്റി രാമക്ഷേത്രം പണിയുമെന്ന് അടിച്ച് ജനങ്ങളുടെ കയ്യിൽ കൊടുത്ത് അതിനാണല്ലോ ജനങ്ങൾ മോദിക്ക് വോട്ടിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ടോക്ക് വരുന്നുണ്ട്. ഇന്ത്യയെ സമ്പൂർണ്ണമായിട്ട് ഇപ്പൊ ഏകദേശം ഒരു 50% പണി കഴിഞ്ഞു, ഇനി 50% കൂടെ ഇതിനകത്തുള്ളൂ എന്നാണ് ഇതിനെ എതിർക്കുന്ന ആൾക്കാർ പറയുന്നത്. ഇന്ത്യയെ സമ്പൂർണ്ണമായിട്ട് ഇന്ത്യയെ ഹിന്ദു ആക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ? എന്ത് തോന്നുന്നു? ഇന്ത്യ ബേസിക്കലി ഒരു ഹിന്ദു രാഷ്ട്രമാണ്. ഈ ഹിന്ദു എന്ന് പറയുമ്പോഴേ എനിക്ക് തോന്നുന്നത് എല്ലാവരുടെയും ധാരണ ഈ ചന്ദനക്കുറിയും കാവിക്കൈലിയും ഒക്കെ ഉടുത്തവരും അമ്പലത്തിൽ പോകുന്നവരുമാണ് എന്നുള്ള ധാരണയാണ്. അല്ല, ഹിന്ദു എന്ന പദം കൊണ്ട് ഒരു സംസ്കാരത്തെ കൂടിയാണ് അത് ധ്വനിപ്പിക്കുന്നത്. അതായത് ഹിന്ദുസ്ഥാൻ എന്നാണ് ഈ രാജ്യം അറിയപ്പെടുന്നത്. പിന്നീട് ബ്രിട്ടീഷുകാരന് നാക്കിനകത്ത് ഇത് വഴങ്ങാത്തതുകൊണ്ട് അവൻ ഇന്ത്യ എന്ന് വിളിച്ച് അത് സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായതുകൊണ്ട് ഇൻഡസ് എന്ന് വിളിച്ചു തുടങ്ങി. പിന്നെ അത് ഇന്ത്യയായി ലോപിച്ചു. അപ്പോൾ ഈ ഹിന്ദുസ്ഥാൻ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. നമ്മളിപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങളിലും ഒക്കെ ചെന്ന് അവിടെ ഉള്ളവർ അത് ഹിന്ദുസ്ഥാനി എന്ന് തന്നെയാണ്. അത് പാകിസ്ഥാനികളും നമ്മളെ ഹിന്ദുസ്ഥാൻ എന്നാണ് പറയുന്നത്. അവരുടെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ലോക്കൽ ജനം പോലും ഹിന്ദുസ്ഥാൻ എന്ന് തന്നെയാണ്. ആ ഹിന്ദുസ്ഥാനായി ഇത് മാറുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി അത് വേണമെങ്കിൽ അത് ഹിന്ദുസ്ഥാൻ എന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇന്ത്യ എന്ന് തന്നെ പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഇന്ത്യക്കാരൻ്റെതായി മാറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഈ 2014 മുതൽ നരേന്ദ്രമോദി ചെയ്തിട്ടുണ്ട്. അത് പ്രത്യക്ഷത്തിൽ ഒരുപക്ഷെ അത് വർഗീയമായി തോന്നിയാലും അത് ധനുഷ് പറഞ്ഞതാണ് ഓരോ പോയിന്റും. കൊളോണിയൽ സംസ്കാരത്തിന്റെ അവശിഷ്ടം പേർന്ന് പലതും എടുത്തു മാറ്റി നമ്മുടെ പാർലമെന്റ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, രാജ്പത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദില്ലിയിൽ ഉണ്ടായിരുന്നു. ജോർജ് രാജാവ് ദില്ലിയിൽ വരാൻ വേണ്ടിയിട്ടുള്ള വീതിയാണ് രാജ്പത്ത് എന്ന് പറയുന്നത്. രാജാവ് വരാൻ, ജോർജ് രാജാവ്, ആരുടെ? ബ്രിട്ടീഷുകാരുടെ. ആ പേരങ്ങ് എടുത്തു മാറ്റി കർത്തവ്യ പത്ത് എന്നാക്കി മാറ്റി.
അതെ. അന്നും പ്രശ്നം ഉണ്ടാക്കി. എന്തിനാണ് പഴയ പേരൊക്കെ മാറ്റുന്നത് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്ത് വിക്ടോറിയ ഒരു ഹാൾ ഉണ്ടായിരുന്നു, അതിപ്പോ അയ്യങ്കാളിയുടെ പേരിലാണ് അറിയപ്പെടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിണറായി വിജയനാണത് മാറ്റിയത്. അന്നും വലിയ പ്രതിഷേധമൊക്കെ അതെ ഉണ്ടായിരുന്നു. അതെ. മുണ്ടെടുത്ത മോദി അത് പേര് മാറ്റി കേരളത്തിൽ. അപ്പം അങ്ങനെ ഉള്ള പേരുകൾ. പിന്നെ സ്ഥലനാമങ്ങൾ, അതായത് വൈദേശിക ശക്തികളുടെ പേരുകൾ ഇവിടെ വേണ്ട. കാരണം വിദേശത്തുനിന്ന് ഈ രാജ്യത്ത് കൊള്ളയടിക്കുകയും പിന്നെ കൊല്ലുകയും ഒക്കെ ചെയ്തവരുടെ പേരുകൾ വേണ്ട എന്ന് കരുതി അനവധി ജില്ലകളുടെയും പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിലൊക്കെ പേരുകൾ നമ്മൾ മാറ്റി. ഇതൊരു ബാഹ്യമായ അതെ. ഒരു മാറ്റലായിരുന്നു. പിന്നീട് നമ്മൾ ചെയ്തൊരു കാര്യമാണ് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നു. ഒരുപക്ഷെ കേരളത്തിന് അത് വലിയ ബാധകമൊന്നുമല്ല. കാരണം നമ്മുടെ ഇവിടെ അങ്ങനെ ഇലീഗൽ ആയിട്ടുള്ളത് അങ്ങോട്ട് 54 പേരോ മറ്റോ ഉണ്ട്. പക്ഷെ അത് കുറച്ച് സാങ്കേതിക പ്രശ്നമുണ്ട്. കാരണം അവർ ഇലീഗൽ അല്ല, അവരുടെ ഈ ടെക്നിക്കൽ ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്നാണ്. കാരണം അതിലെല്ലാവരും പ്രായമായവരുമൊക്കെയാണ്. പക്ഷെ ഇത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളാണ് ഏറെ ബാധിക്കുന്നത്. അപ്പോൾ അത് വന്നു, അത് നടപ്പാക്കില്ലെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും നടപ്പാക്കി ഓരോ സംസ്ഥാനങ്ങളും അതിനെതിരെ നടപടി. കേരളത്തിലും നടപടികൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. കേരളത്തിൽ അതിന് നടപടികളുമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. ആരും ഇതൊക്കെ ശ്രദ്ധിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. 1-2 പേരൊക്കെ ബംഗ്ലാദേശികളെ മറ്റൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വാർത്ത പോലും ആരും ആക്കുന്നില്ല. അവരെയൊക്കെ കൊണ്ടുവന്നിട്ട് കേരളത്തിൽ 2 ജയിലുകളുണ്ട്, ഈ തടങ്കൽപ്പാളയങ്ങൾ, ഇങ്ങനെയുള്ള ആളുകളെ സൂക്ഷിക്കുന്നത്. അവിടെ ഒരു 2 വർഷം മുമ്പ് ഇത് നടപ്പാക്കിയ സമയത്ത് 8 പേരുണ്ടായിരുന്നു ആ ജയിലിനകത്ത്. അതിനകത്ത് ഒരു നൈജീരിയക്കാരനും മറ്റും ഉണ്ടായിരുന്നു. ഈ പാസ്പോർട്ടൊക്കെ തീർന്നിട്ട് വരുന്നവനും അതുപോലെ തന്നെ ഈ വിസ കാലാവധി കഴിഞ്ഞിട്ട് നിൽക്കുന്നവരും ഒക്കെ ഇതിനെ പെടും. എല്ലാവരും ഇതിൽ പെടും. ഇവിടെ സ്ഥിരമായി നിൽക്കുന്നവരല്ല. അപ്പൊ വന്നു വിസയ്ക്ക് ആ ടൈമിൽ തിരിച്ചു പോകാൻ പറ്റിയില്ല, അപ്പൊ സ്വാഭാവികമായിട്ട് അവരും പെടും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ 8 പേരുണ്ടായിരുന്നു ഇവിടെ. എനിക്ക് തോന്നുന്നത് ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു തടങ്കൽപ്പാളയത്തിലാണ്. തൃശ്ശൂരാണ് അടുത്ത തടങ്കൽപ്പാളയം ഉള്ളത്. അപ്പം ഇങ്ങനെ 2 കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതിനുശേഷം പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നു. അതിൽ വളരെ ക്ലിയർ ആയിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു. ഈ രാജ്യത്ത് വന്ന അഭയാർത്ഥികളായിട്ടുള്ള സിഖ്, ഹിന്ദു, സിഖ്, ക്രിസ്ത്യാനി, ജൈന വിഭാഗം, പാഴ്സി വിഭാഗങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നു. ആസാമിൽ ഈ കഴിഞ്ഞ ദിവസവും കൊടുത്തിരുന്നു. 2025 വരെ ഉള്ളവർക്ക്, 2025 വരെ കുടിയേറവർക്ക് അത് കൊടുക്കാൻ തീരുമാനിച്ചു. 2025 വരെ ഉള്ളവർക്ക് അത് കൊടുത്തു. അവിടെ ഒരു വലിയ ഇഷ്യൂ ഉണ്ടാക്കി. മുസ്ലിങ്ങളെ പുറന്തള്ളുന്നു, വ്യാജ വാർത്ത സൃഷ്ടിച്ചു. മുസ്ലിങ്ങളെ പുറന്തള്ളുന്നില്ല, പക്ഷെ പുറത്തുള്ള മുസ്ലിങ്ങളെ ഇങ്ങോട്ട് എടുക്കുന്നില്ല എന്നുള്ളത് കറക്റ്റാണ്. അതിന്റെ ആവശ്യമില്ല. കാരണം ഓൾറെഡി അവർ പാകിസ്ഥാൻ രാജ്യം ചോദിച്ചു വാങ്ങിപ്പോയതാണ്. അവിടെ അവരുണ്ട്, അഫ്ഗാനിസ്ഥാനിലുണ്ട്, അവർക്ക് ഒരുപാട് രാജ്യങ്ങളുണ്ട്. അപ്പൊ അവിടെയുള്ള പാവപ്പെട്ട ഹിന്ദുക്കൾക്കും പ്രത്യേകിച്ച് ഈ ന്യൂനപക്ഷമായ ക്രിസ്ത്യാനിയൊക്കെ നമ്മൾ അതിൽ അക്കോമഡേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം. പിന്നീട് നമ്മൾ അനവധി പരിഷ്കാരങ്ങൾ നടപ്പാക്കി. ഈ രാജ്യത്ത് എവിടെ നിന്ന് വേണമെങ്കിലും റേഷൻ വാങ്ങാം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുറച്ചുനാൾ മുമ്പ് നമ്മൾ കൊണ്ടുവന്നൊരു നിയമമാണ്. അന്ന് എല്ലാവരും ചിന്തിച്ച് കൊള്ളാം, നല്ല ഐഡിയ. പക്ഷെ അതിനപ്പുറത്തേക്ക് അതിനൊരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യമാണ് ഇപ്പൊ തെളിഞ്ഞു വരുന്നത്. രാജ്യത്ത് എവിടെ നിന്നും റേഷൻ വാങ്ങാം എന്ന് പറയുമ്പോൾ ഒരു ഇന്ത്യൻ പൗരന്റെ പേര് അപ്പോൾ എല്ലായിടത്തും ഉണ്ടാകണമല്ലോ. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ പൗരന്റെ, അതായത് തിരുവനന്തപുരം കാട്ടാക്കടയിലുള്ള ഒരാളുടെ പേര് ജമ്മു കാശ്മീരിലെ റേഷൻ കടയിലും ഉണ്ടാകണമല്ലോ. അവിടെ ഒരു ഡേറ്റ ഉണ്ടാകണമല്ലോ. അപ്പോൾ ഈ രാജ്യം മുഴുവൻ ആ ഡേറ്റ അപ്പം ആ ഒരു ഏകീകൃതമായ രീതിയിലേക്ക് വന്നു. ഇനി അതിന്റെ മറ്റൊരു വശമുണ്ട്. ഈ റേഷൻ കാർഡ് മുമ്പ് കൊണ്ടുപോയിട്ട് ഇതുകൊണ്ട് കഷ്ടപ്പെടുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നുഴഞ്ഞു കയറിയന്മാരൊക്കെ എങ്ങനെയൊക്കെ റേഷൻ കാർഡ് സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ രാജ്യത്തൊന്നും അവർക്ക് റേഷൻ കിട്ടത്തില്ല. മുമ്പ് അങ്ങനല്ലായിരുന്നു. കേരളത്തിൽ വെച്ച് അവനെ പിടികൂടി എവിടെയെങ്കിലും പറഞ്ഞു വിടുകയില്ലെങ്കിൽ അവൻ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നു. അവൻ കാശ്മീരിൽ പോയിട്ട് റേഷൻ കാർഡ് എടുത്ത് അവിടുത്തെ റേഷൻ കടയിൽ കയറാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പൊ അത് നടക്കില്ല. ഒരു റേഷൻ കാർഡേ ഉള്ളൂ, അതും വെച്ചിട്ട് നടക്കൂ. അപ്പൊ അതുകൊണ്ട് അവന്റെ അന്നം എന്നേക്കുമായി ഇപ്പൊ SIR മുഴുവൻ പുറത്തു പോയല്ലോ. പോകുമ്പോൾ സ്വാഭാവികമായി തന്നെ അവന് റേഷൻ കാർഡ് ഉണ്ടാകില്ലല്ലോ. മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. ബീഹാറിൽ നിന്നുള്ള ഒരുത്തൻ അവിടുന്ന് മുങ്ങും, നേരെ കേരളത്തിൽ വരും. ഇവിടെ വന്ന് അവനൊരു റേഷൻ കാർഡ് സംഘടിപ്പിക്കും. ഇവിടുത്തെ റേഷൻ കടയിൽ സാധനം മേടിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇതിന് നടക്കത്തില്ല. ഇപ്പൊ മറ്റു റേഷൻ കടയേ ഉള്ളൂ. അതിന് ഇതേ രീതിയിൽ ഏകീകൃതമാണ്. അത് ബീഹാറിൽ നിന്ന് മേടിച്ചാലും UP നിന്ന് മേടിച്ചാലും ഇനി ജാർഖണ്ഡിൽ പോയി മേടിച്ചാലും ഇത് ഏകീകൃതമാക്കി. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഏകീകൃതമായി കൊണ്ടുവന്നു. ഒരൊറ്റ സിസ്റ്റത്തിന് കീഴിൽ കൊണ്ടുവന്നു. ലോകത്തെല്ലായിടത്തും പൗരത്വ രജിസ്റ്റർ ഉണ്ട്. അവിടുത്തെ പൗരന്മാരെ കുറിച്ച് ഒരു വിവരമുണ്ട്. അതിനുള്ളൊരു വർക്കിലാണ് ഇപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാർ. ഏതാണ്ട് നിലവിൽ 50 കോടിക്ക് അടുത്ത് പേരുടെ ഡേറ്റാസുകളെല്ലാം, അതായത് നമ്മുടെ ആധാറിലുള്ള ഡേറ്റാസുകളെല്ലാം കളക്ട് ചെയ്ത് ഈ SIR കഴിഞ്ഞാൽ ഇനി നമ്മളുടെ കയ്യിൽ വരുന്നത് ഒരൊറ്റ കാർഡായിരിക്കും. അതിനകത്ത് ഡ്രൈവിംഗ് ലൈസൻസും നമ്മുടെ ഭൂമി സംബന്ധമായിട്ടുള്ള രേഖകളും എല്ലാം കൂടെ അടങ്ങുന്ന ഒരൊറ്റ കാർഡ്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളതുപോലെ ഒറ്റ കാർഡ്. അതായത് പക്ക ഇന്ത്യൻസ് മാത്രമായിരിക്കും ഇനി ആ ഒരു കാർഡിന്റെ ഉടമകൾ. പക്ക ഇന്ത്യൻസ്. അതായത് വ്യാജന്മാർക്ക് അത് എടുക്കുക പ്രയാസകരമാണ്. കാരണം ഈ വ്യാജന്മാർ ഇത് എടുക്കണമെങ്കിൽ അനവധി രേഖകൾ സംഘടിപ്പിക്കേണ്ടി വരും. നിലവിൽ അത്രയും രേഖകളൊക്കെ രാഷ്ട്രീയക്കാർ സംഘടിപ്പിച്ചു കൊടുക്കുമോ എന്നുള്ളത് സംശയമാണ്. ഇല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് വരുന്നവൻ ലക്ഷക്കണക്കിന് രൂപയും കൊണ്ട് വരണം ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കൊക്കെ കൈക്കൂലി കൊടുക്കാൻ. അതിന് ഗതിയില്ലാഞ്ഞിട്ടാണല്ലോ അവരിവിടെ പൊറോട്ട അടിക്കാൻ വരുന്നത്. അപ്പൊ പിന്നെ എന്തായാലും അത് സാധ്യമാകില്ല. അപ്പൊ എല്ലാ തരത്തിലും ഇന്ത്യക്കാർ, അതായത് ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനപൂർവ്വം താനൊരു ഇന്ത്യക്കാരനാണെന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം ഞാനൊരു SDPI നേതാവിന്റെ പ്രസംഗം കേട്ടു. അദ്ദേഹം അതിൽ പറയുന്നത്
വസുദൈവ കുടുംബകം എന്നല്ലേ പറയുന്നത്, പ്രാർത്ഥിക്കുന്നത്, ലോകം മുഴുവൻ സുഖം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവർ ഇപ്പം ആളുകളെ പുറത്താക്കാൻ നടക്കുകയാണ്. ഇത് അങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ മറ്റു ലോകങ്ങൾ, മറ്റു രാജ്യങ്ങളുള്ളവർക്കും സുഖം വരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് സുഖം തരാനായിട്ട് ഈ രാജ്യത്തേക്ക് വരൂ എന്നല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കാരണം വല്ല രാജ്യത്ത് ഉള്ളവര് ഈ രാജ്യത്ത് വന്നിട്ട്, അപ്പൊ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അല്ലാതെ വസുദൈവ കുടുംബം നമ്മൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ലോക സമസ്ത സുഖനോ ഭവന്തു എന്ന് തന്നെ നമ്മൾ പറയുന്നത്. ലോകത്തെ അല്ല എന്ന് കരുതിയിട്ട് ലോകത്തുള്ള ജനത്തിന് മുഴുവൻ സുഖം കൊടുക്കാൻ പറ്റും ഈ രാജ്യത്തെ വിളിച്ചു കയറ്റി? റോഹിംഗ്യകൾക്കോ ഇല്ല ബംഗ്ലാദേശിന് കൊടുക്കാൻ പറ്റില്ല. അവന്റെ രാജ്യത്ത് സുഖം അവിടെയും പോകണം. അപ്പൊ നമ്മുടെ പോളിസി ഇതാണ്. അപ്പം ഈ രീതിയിലേക്ക് മാറുകയാണ്. അതായത് ഇന്ത്യക്കാരൻ്റെതായി മാറുന്നു. ഇവിടെ ഒരു വലിയ ദേശീയതയുടെ ഒരു രീതിയാണ്. അതായത് ഈ ഒരു ടൈം നരേന്ദ്രമോദി സർക്കാർ കഴിയുന്നതോട് കൂടി തന്നെ ഒരു കറക്റ്റ് ഇന്ത്യക്കാർ എത്രയുണ്ട് എന്നുള്ളത് കൃത്യമായ കണക്കിലേക്ക് നമ്മൾ പോകും. ഏതാണ്ട് 2 കോടിക്കടുത്ത് അനധികൃത കുടിയേറ്റക്കാരുണ്ടെന്നാണ് 2016 നമ്മുടെ ആഭ്യന്തരമന്ത്രി അന്ന് പാർലമെന്റിൽ പറഞ്ഞത്. അതിനു മുമ്പ് ഇത് കോൺഗ്രസ് 2013 പറഞ്ഞിട്ടുണ്ട് പാർലമെന്റിൽ. ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോ വീണ്ടും കൂടിയിട്ടുണ്ടാവും. ഇത് പഴയ കണക്കാണിത്. അപ്പോൾ ഇവരെ എല്ലാം തന്നെ പുറത്താക്കുക എന്നതിൽ അവരെ ന്യൂട്രലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ഇനി അവർക്ക് അരിയും മറ്റു സാധനങ്ങളും വാങ്ങിക്കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയായി വരും. അങ്ങനെ ഇഷ്ടമുള്ളവന് വാങ്ങിക്കൊടുക്കാൻ വരും, പക്ഷെ അവനും അകത്തു പോകും ഇങ്ങനെയുള്ളവരെ കൊണ്ടൊന്ന് നിർത്തിക്കഴിഞ്ഞാൽ. ഇതാണ് ഇപ്പോഴത്തെ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിലടക്കം ബംഗാളികളുടെ വരവില്ലല്ലോ, നിന്നു. ശ്രദ്ധിച്ചാരെങ്കിലും? ഇതൊന്നും ആരും വാർത്തയാക്കത്തില്ല. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വലിയ ഒഴുക്കില്ല. ഇപ്പൊ ബംഗാളികളെ എങ്ങും വലുതായിട്ട് കാണുന്നില്ല. നമുക്ക് ശ്രദ്ധിക്കാമല്ലോ, ധനുഷിന് എപ്പോഴും കിഴക്കേക്കോട്ടെ പോകുന്നതല്ലേ, അവിടെ ആ ഒരു പാർക്ക് അറിയാമല്ലോ. വൈകുന്നേരങ്ങളിൽ പോയി നോക്കിക്കേ, പഴയ തിരക്കുണ്ട് ഇപ്പോഴാ പാർക്കിൽ നിന്ന്. ഗാന്ധി പാർക്ക്, അതിനടുത്തൊരു SBI കൗണ്ടർ ഉണ്ട്. SBI ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ബാങ്കിന്റെ ഒരു ATM കൗണ്ടർ ഉണ്ട്, പൈസ അയക്കാനൊക്കെ. അവിടെ വലിയ തിരക്കുണ്ടോ? ഇല്ല. ഇത് തന്നെയാണ് കേരളത്തെ പലത്തെ അവസ്ഥ. ഇവരൊക്കെ എവിടെ പോയി? സ്വർഗമായിരുന്നല്ലോ കേരളം, അതിഥി തൊഴിലാളികളുടെ സ്വർഗമായിരുന്നല്ലോ. എന്താ ഇന്ത്യ അവരൊക്കെ എവിടെ? അതാണ് എന്റെ ചോദ്യം. ഇല്ല, അതാണ് എന്റെ അവസ്ഥ. മമത എന്തുകൊണ്ട് വീണ്ടും? കാരണം പിണറായിയുടെ എതിർപ്പ് നമ്മൾ അത്ര വലിയ കാര്യമാക്കുന്നില്ല. ഇതൊക്കെ അദ്ദേഹം, എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദിക്ക് ഇന്ത്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കാരണം യോഗി ആദിത്യനാഥ് പോലും നടപ്പാക്കുന്നതിന് മുമ്പാണ് ഇവിടെ കാര്യങ്ങൾ നടപ്പാക്കുന്നത്. മോദി അവിടെ എഴുതി ഒപ്പിടും ഏതെങ്കിലും ഒരു സാധനം, ഒപ്പിട്ട് മഷി ഉണങ്ങുന്നതിന് മുമ്പ് കേരളത്തിൽ നടപ്പാക്കും. എന്നിട്ട് പുറമെ വന്നെന്ന് പറയും മരിച്ചാൽ ഞങ്ങൾ അനുവദിക്കില്ല എന്നത്. എന്ത് ഫൂളിഷാണ് ഉദ്യോഗസ്ഥന്മാരെ വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നത്. വെറുതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് പറയുന്നത്. വിട്ടുകൊടുക്കാതിരിക്കാൻ കഴിയില്ല ഭരണ സംവിധാനത്തിൽ. പിന്നെ മമതയെ സംബന്ധിച്ച് അവരുടെ അവസാനത്തെ പോരാട്ടമാണിത്. തുറുപ്പ് ചീട്ടാണ്. പോയാൽ എല്ലാം തീരും. പിന്നെ അവസാന കാലത്ത് കേന്ദ്രഭരണ പ്രദേശം കണ്ടുകൊണ്ട് മരിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് അവരിപ്പോ അത് അനങ്ങാൻ നിൽക്കുന്നത്. പിണറായിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും 3ാം ടൈം കൂടെ തീർക്കണം. അതിനു മുമ്പ് അലമ്പുണ്ടാക്കാതെ എങ്ങനെയെങ്കിലും മുമ്പോട്ട് പോകണം. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഈവൻ ഈ സ്റ്റാലിനാണ് മോദിക്കെതിരെ വലിയ പോരാട്ടം നടത്തുന്നത് പറഞ്ഞു. അവിടെ ഏറ്റവും കൂടുതൽ കേന്ദ്ര കാര്യങ്ങൾ, അതായത് പദ്ധതികൾ മുഴുവൻ നടപ്പാക്കുന്ന ഒരു സംസ്ഥാനം സ്റ്റാലിന്റെയാണ്. സ്റ്റാലിനെ എന്തുകൊണ്ടാണ് മോദി കൂടെ കൂട്ടിയിരിക്കുന്നത് അറിയാവോ? ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാരിന് എപ്പോഴെങ്കിലും ഭീഷണി വന്നു കഴിഞ്ഞാൽ ഇതിനെ അടർത്തി മാറ്റി ഇപ്പുറത്തോടെടുത്ത് വെക്കും. സ്റ്റാലിന് ഒരു മടിയൊന്നുമില്ല. കാരണം DMK BJP കൂടി ഇരുന്ന് ഭരിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ അവർക്ക് അതൊരു വലിയ ടൈപ്പായിട്ട് കൊണ്ടു നടക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും, ഇന്ത്യയിൽ BJPക്ക് ഭാര്യയും ഒരു കാമുകയും എപ്പോഴും ഉണ്ട് പല സംസ്ഥാനത്തും. അത് ആന്ധ്രയിലുണ്ട്, ജഗൻമോഹൻ റെഡ്ഡിയും ചന്ദ്രബാബു നായിഡുവാ. തമിഴ്നാട്ടിലേക്ക് വരുമ്പോഴത്തേനും പിന്നെ DMK ആണ്, ADMK വെച്ചിട്ടുണ്ട്. 2 പേരാണ് അവിടെ. ഇങ്ങനെ അവരെല്ലാം ഒഡീഷയിലേക്ക് ചെല്ലുമ്പോൾ ബിജു ജനതാദളുണ്ട് അവരുടെ കൂടെ, ഇപ്പുറത്തും ഉണ്ട്. അങ്ങനെ എല്ലായിടത്തും ഇവർ ഇങ്ങനെ ഒരു സെറ്റപ്പ് അറേഞ്ച് ചെയ്താണ് പോകുന്നത്. അത് ഭാര്യയും ഉണ്ട്, അപ്പുറത്തൊരു ചെറിയ കാമുകയും ഇവർക്ക് എപ്പോഴും ഉണ്ട്. ഇനി ഭാര്യയ്ക്ക് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നേരെ കാമുകയെ വിളിക്കും. ഇവരെ 2 പേരെ കൂടെ ഒന്നിച്ചു കൊണ്ടുപോകുന്ന മിടുക്ക് ഇവർക്ക് ഉണ്ടെന്നുള്ളതാണ്. അത് വലിയ കൗതുകകരമായ കാര്യം. അതായത് ADMK ടെക്നിക്കലി അവരുടെ പാർട്ണറാണ് തമിഴ്നാട്ടില്. അതേസമയം തന്നെ DMKയുടെ വേദി പങ്കെടുത്തതിന് അവർക്കൊരു മടിയില്ല. അവരോട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് മടിയില്ല. ഇതാണ് അവർ ചെയ്തത്. പിന്നെ അവര് കൂടുതലായിട്ട് ശ്രദ്ധിക്കാത്തൊരു സംസ്ഥാനം കേരളമാണ്. അതിനവർക്ക് ഓൾറെഡി അവർ പറയുന്നതിന് മുമ്പ് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി അവർക്കില്ലേ? ഇത്രയും സ്ട്രോങ് ആയിട്ട് മോദി പറയുന്നതിന്റെ വരവണ്ണം വ്യത്യാസമില്ലാതെ നടപ്പാക്കുന്ന ഒരു മുഖ്യമന്ത്രിയും സർക്കാർ ഈ രാജ്യത്ത് എവിടെയാണ് ഉള്ളത്? പിന്നെ ജനസംഖ്യാ നിയന്ത്രണം, അത് വരാൻ യാതൊരു സാധ്യതയും നിലവിലില്ല. കാരണം ജനസംഖ്യാ നിയന്ത്രണം കൊണ്ടുവന്ന ജപ്പാനും ചൈനയും ഒക്കെ പ്രതിസന്ധി നമ്മൾ കണ്ടതാണ്. അതൊരു സാധ്യതയില്ല. ഇനി ഏറ്റവും അവസാനം വരുന്ന 2027 സിവിൽ കോഡ് ബില്ല് വരും, അവതരിപ്പിക്കുകയും ചെയ്യും. അത് 2027 ഉണ്ടാകുള്ളൂ. അതാണ് നമ്മുടെ രാജ്യം കാണാൻ പോകുന്നത്. 2026 അവസാനമാകുമ്പോഴേക്കും RSSന്റെ 100ാം വാർഷികത്തിന്റെ ചടങ്ങുകൾ പൂർത്തിയാകും. ആ ചടങ്ങ് പൂർത്തിയായതിനു ശേഷം മോദി ഒപ്പുവെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരിക്കും ഏകീകൃത സിവിൽ കോഡ്. അതിനു മുമ്പ് തന്നെ നമ്മൾ ഏകീകൃതമായി കഴിഞ്ഞിരിക്കുന്നു. റേഷൻ കാർഡിലായി കഴിഞ്ഞാലും മറ്റുള്ള കാര്യങ്ങളായി കഴിഞ്ഞാലും എല്ലാം ആയി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഏകീകൃത സിവിൽ കോഡിലേക്ക് ഇനി നമുക്ക് വലിയ പണിയെടുക്കേണ്ട ആവശ്യമില്ല.
ഇപ്പൊ പലരും ചോദിക്കുന്നുണ്ട് ദേവസ്വം ബോർഡിന്റെ ബില്ലെടുത്ത് കളയുമോ, അതിന്റെ ആവശ്യമില്ല. ഏകീകൃത സിവിൽ കോഡ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴുള്ള അപ്രമാദിത്വം തീരും എന്ന് കരുതി അവിടെ ജീവനക്കാരെ പറഞ്ഞുവിടുമെന്നല്ല ഞാൻ പറയുന്നത്. അതിന്റെ തീരും, അത് തീർന്നു. അപ്പൊ എല്ലാത്തിനും ഒരു പരിഹാരം ഒറ്റമൂലിയോടെ വെച്ചിട്ടായിരിക്കും നരേന്ദ്രമോദി അടുത്ത ഇലക്ഷൻ 2029 പോകുന്നത്. അതിനിടെ ചെറിയ ചെറിയ ചില അടികളോടെ നടക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം പാകിസ്ഥാൻ ഒരു കുറഞ്ഞ ഒരു 5-6 കൊല്ലത്തേക്ക് പൊങ്ങാത്തൊരു അടികൂടെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതാണ് ഇപ്പൊ പാകിസ്ഥാൻ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇത് ലോകക്രമം അപ്പാടെ മാറുകയാണ്. അതിന്റെ ഇനി അടുത്ത GDP ഒക്കെ വരുമ്പോൾ അറിയാം നമ്മൾ എത്രത്തോളം മുമ്പോട്ട് പോയി. താരിഫ് എന്തായാലും നമ്മൾ ഏറ്റിട്ടില്ല എന്ന് തന്നെയാണ് കണക്കുകളും വ്യക്തമാക്കുന്നത്.